ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിയിച്ചുരക്ഷസ്ഥാനത്തിരുത്തി ആഗോള ഗ്രാമത്തിനാദർശജാലകം ജ്വലിക്കും തിരിനീട്ടി സുന്നി ഗ്ലോബൽ വോയിസിംഗ് ഓൺലൈൻ ബോധനം ഭൂവാകെ നിറവായി. അസ്സലാമു അലൈക്കും. ഞാൻ കുറേ ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ മുകളിലെത്തുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഉസ്താദിൻ്റെ ക്ലാസ് കഴിയും, അങ്ങനെ ചോദിക്കാൻ പറ്റായിട്ടാണ്. പിന്നെ ഉസ്താദ് ഈ വീടെടുക്കുന്ന സമയത്ത് ഈ കന്നിമൂലൻ്റെ പ്രശ്നം, കന്നിമൂലൻ്റെ സ്ഥലത്ത് അടുക്കള എടുക്കാൻ പറ്റില്ല, അടുപ്പ് പറ്റില്ല, കക്കൂസ് പറ്റില്ല എന്നുള്ളൊക്കെ ഒരു അഭിപ്രായമുണ്ട്. അപ്പം അത് നമുക്കത് അങ്ങനെ ഉണ്ടോ, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? അപ്പം അതൊന്ന് ഉസ്താദ് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. മൈക്കോടുന്നു. വാലൈക്കും അസ്സലാം. എന്താ ഈ കന്നിമൂല കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എനിക്കറിയില്ല. ഈ പടിഞ്ഞാറെ തെക്ക് ഭാഗത്ത് മൂലക്ക് അങ്ങനെ ഒരു പേര് പറയാറുണ്ട്. അതിന്റെ പാശ്ചാത്തലം എന്താണെന്ന് അതും എനിക്കറിയില്ല. ഏതായാലും ആട്ടെ, ഭൂമിശാസ്ത്രപരമായി ഒരു ഭൂമിയുടെ നീരൊഴുക്കും വായുസഞ്ചാരവും നോക്കിയിട്ട് ചില ഭാഗത്ത് ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഭംഗിയല്ല, ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കും. അത് അറിയുന്ന ആളുകളോട് ചോദിച്ചതനുസരിച്ച് ചെയ്യുന്നത്, വീട് എന്ന് പറയുന്നത് നമ്മളുടെ താമസ സ്ഥലമാണല്ലോ, സ്ഥിരമായ ഈ താമസ സ്ഥലം ആരോഗ്യപൂർണമായിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നീരൊഴുക്കും വായുസഞ്ചാരവും നോക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതാണ്. അതില് മറ്റു വിശ്വാസങ്ങളൊന്നുമില്ല. അതേ സമയത്ത് ചില ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് ഒരു മുസ്ലിമിന് പിന്തുടരാൻ പാടുള്ളതുമല്ല. അപ്പോ ഇത് രണ്ടും അറിയുന്ന ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, നബറല്ലാഹു മർഖദഹു, അതുപോലെ അതുമായിട്ടുള്ള ഇൽമുള്ള ഉസ്താദന്മാരെയോ അല്ലെങ്കിൽ വിദഗ്ധരായ എഞ്ചിനീയർമാരെയോ കാണിച്ച് ഈ ഭൂമിയുടെ കിടപ്പനുസരിച്ച് പൊതു നിയമമല്ല, ഭൂമിയുടെ കിടപ്പ് നീരൊഴുക്ക് എന്നാ പറയാ. എങ്ങോട്ടാണ്, വടക്കോട്ടാണോ കിഴക്കോട്ടാണോ തെക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ, 4 ഭാഗത്തേക്ക് ഉണ്ടാവും നീരൊഴുക്ക്. ആ നീരൊഴുക്കിനനുസരിച്ചും ചില സ്ഥലത്തിന്റെ പ്രദേശത്തിനനുസരിച്ച് അവിടുത്തെ വായുസഞ്ചാരത്തിനനുസരിച്ചും സെറ്റ് ചെയ്യേണ്ടതാണ് വീട്ടിന്റെ മുഖവും കിടപ്പും ഒക്കെ. പൊതുവെ നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്, പടിഞ്ഞാറ് ഭാഗം എപ്പോഴും വൃത്തിയും ക്ലിയറുമായിരിക്കണം. പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസിന്റെ ക്ലോസിറ്റ് വരാൻ പാടില്ല, അലക്ക് സ്ഥലം പടിഞ്ഞാറ് ഭാഗത്ത് വരാൻ പാടില്ല. അതുപോലെ തന്നെ കിച്ചൺ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇതിന്റെ അഴുക്ക് വെള്ളങ്ങളും വേസ്റ്റ് വാട്ടറും മറിച്ചുമൊക്കെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിടാൻ പാടില്ല. അതിന്റെ 2 കാരണം, ഒന്ന് പടിഞ്ഞാറ് ഭാഗം ഖിബിലയുടെ ഭാഗമാണ് നമ്മുടെ നാട്ടിൽ, അത് ആദരിക്കേണ്ട ഭാഗമാണ്, ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, അധികവും വായു നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് പടിഞ്ഞാറിന്ന് കിഴക്കോട്ടാണ് വായു സഞ്ചാരം സാധാരണഗതിയിൽ. അങ്ങനെ വരുമ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്ത് മാലിന്യങ്ങളും അഴുക്കുകളും അടിഞ്ഞുകൂടിയാൽ ആ ഭാഗത്തു നിന്നുള്ള നിരന്തരം വായു നമ്മുടെ വീട്ടിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനാരോഗ്യകരമായ അന്തരീക്ഷം ആ വീട്ടിനകത്ത് വരാനും വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾ, സ്ത്രീകൾ പോലത്തവർക്ക് നിരന്തരം രോഗം ബാധിച്ചു കൊണ്ടിരിക്കാനും അത് കാരണമാകും. അതുകൊണ്ട് കക്കൂസിന്റെ ക്ലോസറ്റ്, അതുപോലെ തന്നെ അലക്ക് സ്ഥലം, അടുക്കളയിൽ നിന്നിട്ടുള്ള അഴുക്ക് ജലം പോകുന്നത് പോലെയുള്ള വൃത്തികേട് അഴുത്തണ്ട് വീട്ടുകാരുടെ ആരോഗ്യ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കാൻ അറിയുന്നവരെ കൊണ്ട് നോക്കിക്കുക, അല്ലാതെ മറ്റുള്ള മതക്കാരുടെ വിശ്വാസമോ ആചാരമോ അനുസരിച്ച് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ. പിന്നെ സഹോദരന്മാർ, ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. നല്ല വീടെടുത്ത് വെച്ചു, പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നൊരു ചങ്ങാതിയെ മൂപ്പര് വന്നിട്ട് പറഞ്ഞു, ഈ റൂം അങ്ങ് പറിച്ചു കളയണം, മറ്റേ റൂം അപ്പുറത്താക്കണം ഇപ്പുറത്താക്കണം. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച സാധുവിന്റെ പണം മുഴുവനും തൊലച്ചു. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കക്ഷികൾ അവരുടെ ദേവാലയങ്ങളിലും ദൈവങ്ങളിലുമൊക്കെയുള്ള വിശ്വാസപ്രകാരം
അവരുടെ ദൈവത്തിന്റെയും ദേവാലയങ്ങളിലുള്ളയും ചില വിശ്വാസപ്രകാരം അവരുടെ വിഗ്രഹങ്ങളുടെ തലയും കാലുമൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ വണ്ടി കയറാൻ വല്ലാതെ ബുദ്ധിമുട്ട്. ഞാൻ ചോദിച്ചല്ലേ അതിലെങ്ങ് മുറിച്ചാ പോരെ? എന്നോട് പറഞ്ഞ കന്നിമൂലയാ ഉസ്താദേ, കന്നിമൂലയാ മുറിച്ചാൽ അപ്പാട് ഹലാക്കായി പോകും. ഞാൻ ചോദിച്ചു, എന്റെ വീട്ടിന്റെ കന്നിമൂല കണ്ടിനോ നിങ്ങൾ? ഞാൻ ഇതുവരെയും ഹലാക്കാകാതെ ബാക്കിയില്ലേ? ഓ സുഹൃത്തുക്കളെ, പറയട്ടെ, വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സംഘന്മാരെ വിളിച്ചോ, ആലിമീങ്ങളെ വിളിച്ചോ, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ, എന്നിട്ട് അവരൊരു ബറക്കത്ത് വേണ്ടി ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അത് നിങ്ങൾ നിർണയിച്ചോ? അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റല്ല. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. കന്നിമൂല എന്ന് പറയുന്ന ഭാഗം ഒരുപക്ഷെ തെക്കൻ വെയിൽ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ അതാ ഇരിക്കുന്നവർക്ക് ആരോഗ്യം കുറയാൻ സാധ്യതയുണ്ട്. അവിടെ വെയിലെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് നല്ല മരം വെച്ച് പിടിപ്പിച്ചാൽ, അതുപോലെ ഉയർന്നു നിന്നാൽ വെയിലിനൊരു തണല് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ കാലത്ത് ചിലരൊക്കെ ആ ഭാഗത്ത് അതാ ഒരു പുളിമരം നട്ടിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും മരം നട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ തെക്കൻ വെയിൽ അടിക്കാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇക്കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ, മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകളും. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniGlobalVoice.com. ഇപ്പോൾ www.mobile.sunniGlobalVoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.